നമുക്കൊരു പുതിയ കാര്യം പഠിച്ചാലോ? ഓക്കെ, ഇന്ന് നമുക്ക് മോഡൽ വെർബ്സ് നോക്കാം. Okay. So I dash do that. I dash do that. Yeah, modal verbs basically can, must, should, will അല്ലല്ലേ? കുറേ ഉണ്ട് അതിൽ ചിലത്. Okay, so I can do that പറയുകയാണെങ്കിൽ എങ്ങനെയാ അത് ഉദ്ദേശിക്കുന്നത്? I can do that എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പറ്റും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് can യൂസ് ചെയ്യുന്നത്. ഇപ്പൊ I must do that ആണെങ്കിലോ? I must do that എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് എന്തായാലും മസ്റ്റ് ആയിട്ട് അതായത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം. I must do that. ഇവിടെ നമ്മൾ ഷുഡ് ആഡ് ചെയ്യുകയാണെങ്കിലോ? ഐ ഷുഡ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാല് ഇതും ചെയ്യണം എന്നുള്ള മീനിങ് തന്നെയാണ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് എന്തായാലും ചെയ്യണം എന്നുള്ള മീനിങ് ആണ്. ഐ ഷുഡ് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ നമ്മൾ ചെയ്യണം, എന്നാൽ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നില്ല. ഒരു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ചുമതല, ഓക്കെ, നമ്മുടെ ഒരു ചുമതല പോലെ ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഷുഡ് എന്ന് പറയുന്നത്. ഇനി ഐ വിൽ ഡു ദാറ്റ് ആണെങ്കിലോ? അത് ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ആണ്. ഞാൻ അത് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെന്റൻസ് മാറ്റാം. ഐ ക്യാൻ ഗോ ദേർ, ഐ മസ്റ്റ് ഗോ ദേർ, ഐ ഷുഡ് ഗോ ദേർ, ഐ വിൽ ഗോ ദേർ. ഗോ ദേർ ആണ് അല്ലെ. ഐ ക്യാൻ ഗോ ദേർ, എനിക്ക് അങ്ങോട്ട് പോവാൻ സാധിക്കും. ഐ മസ്റ്റ് ഗോ ദേർ, എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. ഐ ഷുഡ് ഗോ ദേർ, എനിക്ക് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള മീനിങ്. ഐ വിൽ ഗോ ദേർ, ഞാൻ അങ്ങോട്ട് പോകും. എന്നാലും ലാസ്റ്റ് സെന്റൻസ് എനിക്ക് പാടണം. എനിക്ക് പാടണം. ഐ ഡാഷ് സിംഗ്. ഓ, അപ്പൊ അവിടെ എന്താണ്, ഏത് മോഡൽ വെർബാ വരാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ക്യാൻ ഉണ്ട്, വിൽ ഉണ്ട്, ഷുഡ് ഉണ്ട്, മസ്റ്റ് ഉണ്ട്.